പ്രിയ സ്നേഹിതരെ, നിയമപാലകർ, അതായത് നിയമസംരക്ഷണ ചുമതലയുള്ളവരാണ് നമ്മുടെ നാട്ടിൽ പോലീസ് ഉദ്യോഗം ചെയ്യുന്നവർ. അവരെ കാണുമ്പോൾ നമുക്ക് ഭയം തോന്നാറുണ്ടോ? അതിലുപരി അവരെ കാണുമ്പോൾ ബഹുമാനം തോന്നാറുണ്ടോ? ഞാൻ പറയട്ടെ, നമ്മുടെ ചുറ്റുപാടിൽ നിയമം സംരക്ഷിക്കപ്പെടേണ്ടതിന്, നിയമവാഴ്ച നിലവിലുണ്ട് എന്ന് ഉറപ്പ് വരുത്തേണ്ടതിന് പോലീസ് ഉദ്യോഗം ചെയ്യുന്ന മാന്യ സഹോദരങ്ങൾ എൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ ഞാൻ അവരെ ബഹുമാനിക്കുന്നു, വളരെ ആദരിക്കുന്നു. അങ്ങനെയുള്ളവർ സമൂഹത്തിൽ ഉള്ളതിൻ്റെ പ്രാധാന്യം, അതിൻ്റെ മഹത്വം എപ്പോൾ നമ്മൾ അറിയും എന്ന് ചോദിച്ചാൽ, ഒരു അക്രമം ഉണ്ടാകുമ്പോൾ, ഒരു വഴക്കുണ്ടാകുമ്പോൾ, നാശനഷ്ടമുണ്ടാകുമ്പോൾ, നിയമം കയ്യിലെടുത്ത് ചിലർ നിയമലംഘനം നടത്തുമ്പോൾ, ശക്തർ ശക്തിയില്ലാത്തവരെ ഉപദ്രവിക്കുമ്പോൾ, നിയമപാലകരുടെ, പോലീസുകാരുടെ സേവനം വളരെ ഉപകാരപ്രദമാണ്. ശക്തി കുറഞ്ഞവരെ ശക്തിയുള്ളവർ ആക്രമിക്കുമ്പോൾ, അവർക്ക് നാശനഷ്ടങ്ങൾ വരുത്തുമ്പോൾ, ആർക്കും ഇടപെടാൻ കഴിയാതിരിക്കുമ്പോഴൊക്കെയും പോലീസുകാരുടെ സേവനം വളരെ ഉപകാരപ്രദമാണെന്ന് നമുക്കറിയാം. ഞാൻ പറയട്ടെ, നിയമലംഘികൾ, നിയമം തെറ്റിക്കുന്നവർ, നിയമം കയ്യിലെടുക്കുന്നവർ പോലീസുകാരെ കാണുമ്പോൾ ഓടി ഒളിക്കും. പോലീസുകാരുടെ മുമ്പിൽ നെഞ്ചു വിരിച്ച് നിൽക്കത്തില്ല അവർ. എന്തുകൊണ്ടെന്നറിയാമോ? അവർക്കുള്ള അധികാരത്തെ ഓർക്കുമ്പോൾ, അവർക്ക് നിയമലംഘികളെ പിടിക്കുവാനുള്ള അധികാരം ഭരണകർത്താക്കൾ കൊടുത്തിട്ടുണ്ട് അറിയുന്നത് കൊണ്ടാണ് പോലീസുകാരെ കാണുമ്പോൾ ഓടി ഒളിക്കുന്നത്. എത്ര ധൈര്യമുള്ളവനും പോലീസുകാരൻ്റെ മുൻപിൽ അല്പം ഭയത്തോടും സങ്കോചത്തോടും ബഹുമാനത്തോടും കൂടെ നിൽക്കുകയുള്ളൂ. ഞാൻ എന്തും ചെയ്യും, എനിക്ക് ആരെയും പേടിയില്ല എന്ന് പറയുന്ന അനേകരുണ്ട്. എന്നാൽ ഒരു പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ, ഒരു SIയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എത്ര ധൈര്യമുള്ളവനും ഒരു ബഹുമാനത്തോടെ നിൽക്കും. കാരണം എന്നാ? അധികാരം ഭരണകർത്താക്കൾ പോലീസിന് കൊടുത്തിട്ടുള്ളതുകൊണ്ടാണ്. അവർ നിയമം ലംഘിക്കുന്നതിന് തടസ്സം നിൽക്കുന്നവരായതുകൊണ്ടാണ്. നിയമം നടപ്പിലാക്കുന്ന, നിയമം അനുസരിക്കാൻ താല്പര്യപ്പെടുന്ന വ്യക്തികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നവരാണ്. ഇതേപോലെ ദൈവത്തിൻ്റെ രാജ്യത്തിനുള്ളിൽ നിൽക്കുന്ന, ദൈവത്തിൻ്റെ രാജ്യത്തിലെ പൗരന്മാരായിരിക്കുന്ന ഏതൊരു വ്യക്തിയും നിയമം നടപ്പിലാക്കുന്നുവെങ്കിൽ അവരെ സംരക്ഷണം ചെയ്യുവാൻ ദൈവത്തിൻ്റെ ശക്തിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ആ ശക്തി എന്ന വാക്ക് ഉപയോഗിച്ചതിന് കാരണം, വേദപുസ്തകത്തിൽ ദൈവത്തിൻ്റെ തീരുമാനങ്ങൾ നടപ്പിലാക്കുവാൻ ബാധ്യസ്ഥരായി നിയമിക്കപ്പെട്ട ദൈവത്തിൻ്റെ ദൂതന്മാർ, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ഏഞ്ചൽസ് എന്ന് പറയും, ഗോഡ്സ് ഏഞ്ചൽസ്. അപ്പോൾ ദൈവത്തിൻ്റെ ദൂതന്മാരാണ് ദൈവത്തിൻ്റെ ശക്തി നടപ്പിലാക്കുന്നത്, ദൈവത്തിൻ്റെ തീരുമാനം നടപ്പിലാക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ രാജ്യത്തിൽ നിൽക്കുന്ന ഏതൊരു വ്യക്തിയെയും ദൈവത്തിൻ്റെ ദൂതന്മാർ കാവൽ ചെയ്യുന്നു. ബൈബിളിൽ ഒരു വാക്യം ഇങ്ങനെയാണ്: ദൈവത്തിൻ്റെ പ്രിയമുള്ളവരെ, ദൈവത്തോട് സ്നേഹമുള്ളവരെ രക്ഷിക്കുവാൻ ദൂതന്മാരെ സേവകന്മാരാക്കിയിരിക്കുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ സേവകന്മാരുടെ സേവനം അനുഭവിച്ച്, അവരുടെ സഹകരണം അനുഭവിച്ച് വേണ്ടേ നമുക്ക് ജീവിക്കാൻ? അതല്ലേ നമുക്ക് ഏറ്റവും ഉചിതവും ശുഭമായിട്ടുള്ള കാര്യം? പോലീസുകാരുടെ സേവനം നമുക്ക് ഉപകാരപ്രദമായതുപോലെ ദൂതന്മാരുടെ സേവനം നമുക്കും ഉപകാരപ്രദമാണ്. സംരക്ഷണം കിട്ടുവാൻ, അപകടത്തിൽ നിന്ന് സംരക്ഷണം കിട്ടുവാൻ, ഉപദ്രവത്തിൽ നിന്ന് സംരക്ഷണം കിട്ടുവാൻ, നിയമലംഘികളിൽ നിന്ന് സംരക്ഷണം കിട്ടുവാൻ ദൈവത്തിൻ്റെ ദൂതന്മാരുടെ കാവല്, സേവനം ലഭ്യമാണ്. വേറൊരിടത്ത് ഒരു മനുഷ്യൻ ഇങ്ങനെ തൻ്റെ അനുഭവത്തോട് ചേർന്ന് പറയുന്നുണ്ട്: ദൈവത്തിൻ്റെ നിയന്ത്രണത്തിൽ നിൽക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് ദൈവം എനിക്ക് ചുറ്റും വേലി കെട്ടി എന്നെ സംരക്ഷണം ചെയ്യുന്നു എന്ന്. അങ്ങനെയെങ്കിൽ നമുക്കറിയാം, നമ്മുടെ വസ്തുവിന് ചുറ്റും മതിൽ കെട്ടി ഗേറ്റ് ഇട്ട് നാം സൂക്ഷിക്കുന്ന എന്തിനാണ്?
മറ്റ് ജീവികൾ, ആക്രമണവാസനയുള്ള ജീവികൾ നമ്മളുടെ ചുറ്റും വന്ന് നമ്മെ ആക്രമിക്കാതിരിക്കുവാൻ, നമുക്കുള്ളവയെ നാശം ചെയ്യാതിരിക്കുവാൻ മതിൽ കെട്ടി സംരക്ഷിക്കുന്നത് പോലെ ദൈവം ഒരു മതിൽ കെട്ടി ദൂതന്മാരെ കൊണ്ട് എന്നെ സംരക്ഷണം ചെയ്യുന്നു. ഇതാണ് ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ മറ്റൊരു പ്രത്യേകത. അങ്ങനെ ദൈവത്തിൻ്റെ സംരക്ഷണം പ്രാപിക്കുന്നവർക്കാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ നീതിയും സമാധാനവും സന്തോഷവും പ്രാപിപ്പാൻ കഴിയുന്നത്. അതായത് ഒന്നുകൂടെ വിശദീകരിച്ച് പറഞ്ഞാൽ, ദൈവത്തിൻ്റെ രാജ്യത്തിലുള്ളവരുടെ ജീവിത അനുഭവമാണ് നീതിയും സമാധാനവും സന്തോഷവും. അപ്പോൾ എപ്പോഴെങ്കിലും ഈ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതിരിക്കുമ്പോൾ, അല്ലെങ്കിൽ അത് കുറയുമ്പോൾ, പെട്ടെന്ന് നാം മനസ്സിലാക്കണം, ഞാൻ ദൈവരാജ്യത്തിലെ നിയമങ്ങൾ അനുസരിക്കാത്ത അനുഭവങ്ങൾ ഉണ്ടായി, എൻ്റെ തീരുമാനത്തിൽ നിയമലംഘനം നടന്നു, അല്ലെങ്കിൽ സമാധാനം നഷ്ടപ്പെടുത്തുന്ന അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ തീരുമാനത്തിലുണ്ടായി എന്നറിഞ്ഞ് നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാം, നിയമം പാലിക്കാൻ ശ്രമിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.